ഹായ്, വെൽക്കം ബാക്ക് ടു മിനിക്സ് ഒറാക്കിൾ. ഇന്നത്തെ കാർഡ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ കാർഡിൽ പറയുന്നത് നിങ്ങൾ വളരെ നന്മയുള്ള മനസ്സിന് ഉടമകളാണെന്നാണ്. നിങ്ങളോട് ഒരു വ്യക്തി എന്താവശ്യപ്പെടുന്നു അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളത് സാധിച്ചു കൊടുക്കാൻ, ധനം സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ ആളാലുള്ള സഹായമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദേശങ്ങൾ ആയിട്ടായാലും, ഒരു ഉപദേശം പോലും കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലേ? മറ്റുള്ളവരെ മിസ്ഗൈഡ് ചെയ്യാതെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടതായ ഒരു ഉപദേശം കൊടുക്കുന്നത് തന്നെ ചിലർക്കൊക്കെ വളരെ ഒരു നല്ലതാണ്. അപ്പം മനുഷ്യർ ചിലപ്പം അങ്കലാപ്പിലാവും, ഞാൻ എന്ത് ചെയ്യണം, അത് വേണോ ഇത് വേണോ, ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇങ്ങനെയുള്ളൊരു രണ്ടും കെട്ട ഒരു മനസ്സിന് ഒരു അങ്കലാപ്പ് വരുന്ന ഒരു സിറ്റുവേഷൻ ഒട്ടുമിക്ക പേർക്കും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ നല്ലതായിട്ടുള്ള ഒരു ക്ലിയറായിട്ടുള്ള ഒരു ഐഡിയ കൊടുത്ത് അവരെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിന് അവർക്കൊരിച്ചിരി പൈസ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു സഹായം ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ അവർക്ക് ഒരു മാർഗനിർദ്ദേശം ഇല്ലെങ്കിൽ അവർക്കൊരു ഒരു ആളായിട്ടുള്ള ഒരു സഹായം, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരാളുടെ കൂടെ ഒരാൾക്ക് എവിടെയെങ്കിലും പോകാനുള്ള ഒരു മടിയുള്ളവർക്ക് അവരുടെ കൂടെ ഒന്ന് പോവുക, അങ്ങനെയൊക്കെ നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റും ഇല്ലേ? അത് വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും വേണ്ട, പക്ഷെ കുറച്ചൊക്കെ ആയാലും എത്ര ആയാലും അതൊരു സഹായം തന്നെയാണ് അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാനുള്ള വളരെ നന്മയുള്ള ഒരു മനസ്സിനുടമയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ചാരിറ്റിക്കൊക്കെ നിങ്ങൾ കൊടുക്കുമെന്ന്, പൂവർ ഹോമിനും വൃദ്ധസദനത്തിനും ഒക്കെ നിങ്ങൾ കുറച്ച് നിങ്ങളാൽ ഉള്ള ഒരു സഹായം, നിങ്ങൾക്ക് എത്ര നാളും കൊണ്ടേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതൊക്കെ എനിക്കൊന്ന് സഹായിക്കണമെന്ന്, അതൊക്കെ പിന്നെ സാധ്യമാകുന്ന ഒരു സമയമാണിപ്പം. ഒത്തിരിയല്ല, കുറച്ച് നിങ്ങൾക്ക് ആഗ്രഹത്തിന്, ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് കൊടുക്കാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കട്ടെ. അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾ പറയത്തില്ലേ, ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്ന പോലെ നമ്മളാൽ പറ്റുന്നത് നമ്മൾക്ക് മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സിന് ഉടമകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നല്ല മനസ്സിന് ദൈവം അവിടുന്ന് 100 മടങ്ങ് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. താങ്ക് യു.